പുതിയൊരു വീഡിയോയിലോട്ടേക്ക് കൃത്യമായ സ്വാഗതം. മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ആൻഡ് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ആ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പെലായോ. പെലായോ നമ്മളെ ഓൾഡ് മാനിനെ കണ്ട ദിവസം രാത്രി എഴുതുന്ന ഡയറിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡയറി റിട്ടൺ ബൈ പെലായോ ആഫ്റ്റർ സീയിങ് ദി ഓൾഡ് മാൻ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡയറി റൈറ്റിംഗ്. അപ്പം ഡയറി റൈറ്റിംഗ് ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഡയറി റൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ ഞാൻ പറയാം. ആൻസർ ഷീറ്റിൽ നമ്മൾ ഒരു ഡയറി റൈറ്റിംഗ് എഴുതുമ്പോൾ ഒരു ബോക്സ് വരക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കാരണം നമ്മളെ ലാംഗ്വേജിൻ്റെ പ്രത്യേകതയാണ് ഒന്നെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം, മാർക്കിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യമാണ് വൃത്തി. അതായത് ഈ വൃത്തി വരാൻ വേണ്ടിയിട്ട് ഹെഡിങ് എഴുതുക, അതേപോലെ തന്നെ ബോക്സുകൾ വരയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ഇംപ്രഷൻ തോന്നാൻ നല്ലതാണ്. ഓക്കെ, അപ്പം ഒരു ഡയറി എഴുതുമ്പോഴേ നിങ്ങളൊരു ബോക്സ് വരയ്ക്കുക. അതിനുള്ളിലായിട്ട് മുകളിലായിട്ട് ഇടതുവശത്തായിട്ടാണ് നമ്മൾ ഡേയും ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടൈം എഴുതും. ഇങ്ങനെയാണ് ഒരു ഡയറീൻ്റെ ഫോമാറ്റ് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡയറി എഴുതും. പാസ്റ്റ് ടെൻസിലാണ് ഡയറി എഴുതേണ്ടത്. നിങ്ങൾ ഇവിടെ ഞാൻ പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പാരഗ്രാഫ് ആക്കണം എന്നില്ല, തുടർച്ചയായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം നമ്മളൊരു ഡയറി എഴുതുമ്പോൾ ആ ഒരു ഡയറിയുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇടതുവശത്തായിട്ട് മുകളിലായിട്ട് ഡേ എഴുതുന്നു. ഇവിടെ ഞാൻ മൺഡേ എന്ന് എഴുതി, ഒരു കോമയിട്ടു, 18 ഏപ്രിൽ 2025 എന്ന് ഞാൻ ഒരു ഡേ കൊടുത്തു. ഓക്കെ, ഇതേ സംഭവം തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സന്ദർഭത്തിനോട് അനുസരിച്ചിട്ടുള്ള ഡേയും ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ടൈം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഞാൻ 10 PM എന്നാണ് കൊടുത്തിരിക്കുന്നത്, 10 നൈറ്റ് എന്നല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നിങ്ങളിപ്പം രാത്രിയാണ് നമ്മൾ പൊതുവെ ഡയറി എഴുതുക അല്ലേ. ഇന്ന് നടന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് രാത്രി എൻ്റെ ഡയറിയിൽ എഴുതുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, പാസ്റ്റ് ടെൻസിലായിരിക്കും. കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഡയറിയിൽ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എഴുതുന്ന കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. കൂടാതെ നമ്മൾ എന്ത് ചെയ്യും, രാത്രിയാണ് ഡയറി എഴുതുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാത്രിയെ സൂചിപ്പിക്കാനായിട്ട് നിങ്ങൾ നൈറ്റ് എന്നൊന്നുമല്ല പറയേണ്ടത്, പകരം PM എന്നാണ് ആ ഒരു സമയത്തിൻ്റെ തൊട്ട് അടുത്തായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെയാണ്. അപ്പം ഈ ഒരു ഡയറിയിൽ പറയുന്ന കാര്യങ്ങൾ, ഈ ഒരു ഡയറിയിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ 10 നൈറ്റ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാർക്ക് കുറയും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു ഫോർമാറ്റിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ എപ്പോഴാണ് എഴുതുന്നത്, ഏത് ദിവസമാണ് എഴുതുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ഡയറി എഴുതുമ്പോൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് രാത്രിയിലാണ് എൻ്റെ ഡയറിയിൽ എഴുതുക. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതുമ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ പേര് വെച്ചിട്ടോ ഒന്നുമല്ല എൻ്റെ ഡയറി എഴുതുക. അതായത് ഞാൻ എൻ്റെ ഡയറി ഇങ്ങനെ എഴുതുകയാണ്, ഇന്ന് എൻ്റെ പേര് അഭിനവ് ആണെങ്കിൽ ഇന്ന് അഭിനവ് രാവിലെ ഒരു കാക്കയെ കണ്ടിരുന്നു എന്ന് ഡയറിയിൽ എഴുതുന്നതിന് പകരം ഞാൻ ഇന്ന് ഒരു കാക്കയെ കണ്ടു, അങ്ങനെയല്ല എഴുതുക. ഞാൻ എന്നാണ് പറഞ്ഞ് എഴുതുക, അല്ലെങ്കിൽ കണ്ടിരുന്നു, അങ്ങനെ. ഓക്കെ, സോ അപ്പം എന്ന് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ ഒരിക്കലും എന്താണ് ആ ഒരു പേര് വെച്ചിട്ട്, ഇപ്പോൾ ഇവിടെ പെലായോ ആണ് ഡയറി എഴുതുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും പെലായോ എഴുതുന്ന ഡയറിയിൽ നിങ്ങൾ ഒരിക്കലും പെലായോ സീൻ ആൻ ഓൾഡ് മാൻ എന്നൊരിക്കലും എഴുതരുത്. മനസ്സിലായോ? ഞാൻ പറയുന്ന കാര്യം മനസ്സിലായോ? എപ്പോഴും എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ്റേത്, എനിക്ക്, ഞാൻ എന്നൊക്കെ വേണം ഡയറി എഴുതുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെയാണ്. അതായത് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ, ആ കഥാപാത്രം നിങ്ങളായിട്ട് മാറുകയാണ് ഒരു ഡയറി റൈറ്റിങ്ങിൽ. ഓക്കെ, ഇപ്പം ഇവിടെ ഈ ഒരു ഡയറി എഴുതുന്നത് പെലായോ ആണ്. അപ്പം ഈ ഒരു ഡയറിയിൽ നമ്മൾ എന്തായിട്ട് മാറുകയാണ്, പെലായോ ആയിട്ട് മാറുകയാണ്. അപ്പം നമ്മൾ ആ ഒരു കഥാപാത്രം നമ്മളായിക്കൊണ്ട് വേണം ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെയാണ്. പിന്നെ ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം,
ചിന്തകൾ ഉണ്ടായിരിക്കണം. ആ ഒരു കഥാപാത്രത്തിൻ്റെ തോട്ട്സ് നമ്മൾ ഡയറിയിൽ പരമാവധി ഉൾപ്പെടുത്തണം. ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ടാകണം. എന്തൊക്കെ തരത്തിലുള്ള എക്സ്പ്രഷൻസ്? ഒരുപാട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത്, അയ്യോ എൻ്റെ ദൈവമേ, ഇന്ന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ദിവസമായിരുന്നു, അയ്യോ ഞാൻ ഇന്ന് വളരെ പേടിച്ച ദിവസമാണ് എന്നൊക്കെയുള്ള പല എക്സ്പ്രഷൻസും നമ്മൾ പറയില്ലേ, അതൊക്കെ ഈ ഒരു ഡയറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാതെ സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഞാൻ അന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പറയാണ്, ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയില്ലായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഒന്നും ഇന്ന് നടക്കില്ലായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്. അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഡയറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. കൂടാതെ എന്താണ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് പറഞ്ഞു, തോട്ട്സ് പറഞ്ഞു, സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ പാസ്റ്റ് ടെൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ പോയിന്റ്സ് ഒക്കെയാണ് നമ്മളൊരു ഡയറി റൈറ്റിംഗ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കിനി ഡയറി റൈറ്റിങ്ങിലേക്ക് പോവാം. ടുഡേ ഹാസ് ബീൻ ദ സ്ട്രേഞ്ചസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. The terrible storm last night destroyed many houses in our village, including part of our own home. അതായത്, ടുഡേ ഹാസ് ബീൻ ദി സ്ട്രേഞ്ചസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. The terrible storm last night destroyed many houses in our village, including part of our home. അതായത്, അതിശക്തമായിട്ടുള്ള ആ ഒരു സ്റ്റോം, കൊടുങ്കാറ്റ് എൻ്റെ വീടിനെയൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വരുത്തി. Today evening, when I was cleaning the mud and broken branches from our courtyard, I made a shocking discovery. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഈ എൻ്റെ വീട്ടുമുറ്റവും അതേപോലെ തന്നെ ഒടിഞ്ഞു കിടക്കുന്ന ശാഖകളും ചില്ലകളൊക്കെ മുറ്റത്തുനിന്ന് വൃത്തിയാക്കുമ്പോൾ ഞാൻ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്തോ ഒരു കാര്യം ഞാൻ കണ്ടു. There lying face down in the mud was an old man, but not an ordinary man. അതായത്, ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ഇങ്ങനെ മണ്ണിൽ കിടക്കുകയാണ്. തല മണ്ണിൽ ഇങ്ങനെ പൂണ്ട് കിടക്കുകയാണ്. He had enormous wings covered in dirt and seaweed, like some creature washed up from the sea. അദ്ദേഹത്തിന് വലിയ ഒരു വിങ്സ് ഉണ്ടായിരുന്നു, ചിറകുകൾ ഉണ്ടായിരുന്നു. പറഞ്ഞത്? He had enormous wings covered in dirt and seaweed, like some creature washed up from the sea. അതായത്, അദ്ദേഹത്തിന് വലിയ ചിറകുകൾ ഉണ്ടായിരുന്നു. അത് മണ്ണിൽ ഇങ്ങനെ പൂണ്ട് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഹി മൈറ്റ് ബി ഡെഡ്. ആദ്യം ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അദ്ദേഹം മരിച്ചുപോയി എന്നാണ്. കാരണം ഒന്നും അനക്കമൊന്നുമില്ല. ഹിസ് ബോഡി ലുക്ക്ഡ് സോ വീക്ക് ആൻഡ് ഫ്രജൈൽ. അദ്ദേഹത്തിൻ്റെ ബോഡി ഒരു മരവിച്ച അവസ്ഥയിൽ വളരെ വീക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. വെൻ ഐ ടേൺഡ് ഹിം ഓവർ ഐ സോ ഹിസ് ഫേസ് wrinkled like old leather with only a few yellow teeth left in his mouth. ഞാനങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ തിരിച്ചു കിടത്തി അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോഴാണ് വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാണ്. ആര്? പെലായോ. ഹിസ് ബ്രീത്തിങ് വാസ് ഷാലോ ആൻഡ് ഹിസ് ഹ്യൂജ് വിങ്സ് വെയർ ടാങ്കിൾഡ് ആൻഡ് ബ്രോക്കൺ ഇൻ പ്ലേസസ്. അദ്ദേഹം വളരെ ഇങ്ങനെ ശാന്തനായിട്ട് അവശനായിട്ടാണ് ഉള്ളത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ആ വലിയ ചിറകുകൾ പൊട്ടിപ്പൊടിഞ്ഞിട്ടുണ്ട്. എലിസന്ത സ്ക്രീംഡ് വെൻ ഷീ സോ ഹിം. എലിസന്ത അദ്ദേഹത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അട്ടഹസിച്ചു. കാരണം അത്ഭുതത്തോട് കൂടിയിട്ട് ഇതെന്താ സംഭവം എന്ന് ഉള്ള രീതിയിൽ എലിസന്ത എന്ത് ചെയ്തു? പെട്ടെന്ന് ശബ്ദമുണ്ടാക്കി. വി ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. ഞങ്ങൾക്ക് എന്തു ചെയ്യണമെന്നറിയില്ല. വാട്ട് വാസ് ദിസ്? സം കൈൻഡ് ഓഫ് ഏഞ്ചൽ. ഇതൊരു ഏഞ്ചൽ അങ്ങനെ എന്തെങ്കിലും ആണോ? എ മോൺസ്റ്റർ? അതോ ഇതൊരു മോൺസ്റ്റർ അങ്ങനെ എന്തെങ്കിലും ആണോ? ജസ്റ്റ് എ സിക്ക് ഓൾഡ് മാൻ വിത്ത് സം സ്ട്രേഞ്ച് ഡിഫോമിറ്റി. അല്ലെങ്കിൽ ഇതൊരു പാവപ്പെട്ട ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനാണോ ചിറകുകളുള്ള എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇവർ പറയാണ്. വി ഡിസൈഡഡ് ടു പുട്ട് ഹിം ഇൻ അവർ എംപ്റ്റി ചിക്കൻ കൂപ്പ് ബിക്കോസ് വി കുഡിൻറ്റ് ബ്രിങ് ഹിം ഇൻ ടു ദ ഹൗസ്. ഞങ്ങളങ്ങനെ അദ്ദേഹത്തെ നമ്മളെ ചിക്കൻ കൂപ്പിൽ, അതായത് കോഴിക്കൂടിൽ അദ്ദേഹത്തെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. കാരണം അദ്ദേഹം എന്താണ് ചെയ്യുക വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എന്ന് നമുക്കറിയില്ലായിരുന്നു. ഹി ഡിഡിൻ റെസിസ്റ്റ് അറ്റ് ഓൾ. അദ്ദേഹം ഒന്നും പ്രതിരോധിക്കുകയോ ഒന്നും ചെയ്തൊന്നുമില്ല. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് അദ്ദേഹം പൂർണ്ണമായിട്ട് പിന്തുണച്ചു.
ജസ്റ്റ് ലെറ്റ് us മൂവ് ഹിം ലൈക്ക് എ സാക്ക് ഓഫ് പൊട്ടാറ്റോസ്. അദ്ദേഹത്തെ ഞങ്ങൾ ഇങ്ങനെ ഒരു പൊട്ടാറ്റോ ചാക്ക്, അതായത് സാക്ക്, അതായത് എന്താണ്, പൊട്ടാറ്റോയുടെ ഒരു ചാക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയി വെച്ചപ്പോൾ അദ്ദേഹം അവിടെ വെച്ചു. അദ്ദേഹത്തെ അവിടെ കോഴിക്കൂട്ടിലിട്ടപ്പോൾ എന്താണ്, അദ്ദേഹം അങ്ങനെ അവിടെ ചാർന്ന് നിന്നു. വെൻ ഐ ഗേവ് ഹിം സം വാട്ടർ, ഞാൻ അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുത്തപ്പോൾ ഹി ഡ്രാങ്ക് ഇറ്റ് ഗ്രീഡ്ലി സ്പില്ലിങ് മോസ്റ്റ് ഓഫ് ഇറ്റ് ഡൗൺ ഹിസ് ഡേർട്ടി ബ്രെഡ്. അങ്ങനെ എന്താണ്, ബ്രെഡ് അല്ല കേട്ടോ, ബിയേർഡ്. ഓക്കെ, അപ്പം നമ്മളെ പെലായോ കുറച്ച് വെള്ളം കൊടുത്തപ്പോൾ അദ്ദേഹം എന്താണ്, ആർത്തിയോട് കൂടിയിട്ട് എന്താണ്, അദ്ദേഹത്തിൻ്റെ താടിയിലൊക്കെ ഇങ്ങനെ വെള്ളം പുറത്തോട്ടേക്ക്, കുടിക്കുന്നതിനേക്കാളും കൂടുതൽ പുറത്തോട്ടേക്ക് അദ്ദേഹം കളഞ്ഞുകൊണ്ട് ആർത്തിയോട് കൂടിയിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. ഐ ട്രൈഡ് ആസ്കിങ് ഹിം ക്വസ്റ്റ്യൻസ്, എന്താണ്, ഞാൻ അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. ഹൂ ഹി വാസ്, ആരാണ് അദ്ദേഹം, വേർ ഹി കെയിം ഫ്രം, എവിടെ നിന്നാണ് അദ്ദേഹം വന്നത്. ബട്ട് ഹി ഓൺലി മട്ടേർഡ് ഇൻ സം ലാംഗ്വേജ് വിച്ച് ഐ ഹാവ് നെവർ ഹേർഡ് ബിഫോർ. എന്നാൽ അദ്ദേഹം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, എനിക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ കണ്ടപ്പോഴങ്ങനെ തോന്നി. ഐ ഡോണ്ട് നോ വാട്ട് ടു തിങ്ക്, എനിക്ക് എന്ത് ചിന്തിക്കണമെന്നറിയില്ല. ഈസ് ദിസ് സം കൈൻഡ് ഓഫ് ടെസ്റ്റ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരീക്ഷണമാണോ ഇത്, എ പണിഷ്മെൻറ്റ്, എന്തെങ്കിലും പണിഷ്മെൻ്റ് ആണോ ഇത്, ഓർ ജസ്റ്റ് എ സ്ട്രേഞ്ച് ആക്സിഡൻറ്റ് ഓഫ് നേച്ചർ, അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്തെങ്കിലും ഇങ്ങനെ പറ്റിപ്പോയതാണോ. വാട്ട് എവർ ദ ട്രൂത്ത് ഈസ്, എന്താണ് ഇതിൻ്റെ സത്യം. ഐ ഹാവ് എ ബാഡ് ഫീലിംഗ് അബൌട്ട് വാട്ട് മൈറ്റ് ഹാപ്പൻ ടുമോറോ വെൻ പീപ്പിൾ കം ടു സീ ഹിം. എനിക്ക് പേടിയാകുന്നു, നാളെ എല്ലാവരും ഇതറിയും, എല്ലാവരും ഇത് കാണുമ്പോൾ, ഇദ്ദേഹത്തെ കാണുമ്പോൾ എന്താണ് പറയുക, ഇദ്ദേഹത്തോട് എന്താണ് ചെയ്യാൻ, ഞങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കും. ഐ ഷുഡ് ട്രൈ ടു സ്ലീപ്പ് നൗ, ഞാൻ ഇപ്പോഴ് കിടക്കാൻ വേണ്ടി നോക്കും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഏബിൾ, എനിക്ക് പക്ഷേ ഉറങ്ങാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ആം ഓൾവേസ് തിങ്കിങ് വാട്ട് ദ മാൻ ഈസ് ഡൂയിങ്, ഞാൻ എപ്പോഴും ആ മനുഷ്യൻ എന്തായിരിക്കും അവിടുന്ന് ചെയ്യുന്നത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയാണ് ഈ ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം ഈ ഒരു പെലായോ ചിന്തിക്കുന്ന തോട്ട്സ്, അദ്ദേഹത്തിൻ്റെ സ്വയം തോട്ട്സ്, ചിന്തകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ്, ഒരുപാട് ആശ്ചര്യതരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചിന്തകളും നമ്മളെ തന്നെയാണ് ഒരു ഡയറിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ ഒരു ഡയറി യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എടുത്ത് തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.